ഹായ് ഫ്രണ്ട്സ്, ഒളിമ്പിക് മാമാങ്കം സമാപിച്ചു. ഇന്ത്യ മടങ്ങുന്നു ഏതാനും ചില ഓട്ട് മെഡലുകളുമായി. 5 ഒരു വെള്ളി, അതിനപ്പുറത്തേക്ക് കടക്കാനായില്ല. 140 കോടി ജനങ്ങൾ വസിക്കുന്ന ഈ രാഷ്ട്രത്തിന് ഒരു സ്വർണ്ണ മെഡൽ പോലുമില്ല. ഒരു ചെറിയ രാജ്യമായ പാകിസ്ഥാന് പോലുമുണ്ട് സ്വർണ്ണ മെഡൽ. അടിസ്ഥാനപരമായ കാരണമെന്ന് പറയുന്നത് ഒരു സ്പോർട്സ് സംസ്കാരം വളർത്തിയെടുക്കുന്നതിൽ നമ്മൾ പരാജയമാണ് എന്നുള്ളതാണ്. കേരളത്തിന്റെ അഭിമാന താരം ശ്രീജേഷ് തൻ്റെ ആയുഷ്കാലം മുഴുവൻ ഹോക്കി കളിച്ചു മടങ്ങുമ്പോൾ ഒരു ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കുന്ന സാധാരണ IPL പ്ലെയർക്ക് കിട്ടുന്ന പ്രതിഫലം പോലും ലഭിച്ചിട്ടില്ല. അതേ ഒരു സാധാരണക്കാരനായി ജീവിക്കുന്നു. ഒരു സ്പോർട്സ്മാന് ലഭിക്കേണ്ടുന്ന യാതൊരു പരിഗണനയും അല്ലെങ്കിൽ ആനുകൂല്യങ്ങളും ശ്രീജേഷിന് ഇതുവരെയും ലഭിച്ചിട്ടില്ല. അത് തന്നെയാണ് പ്രശ്നം. ക്രിക്കറ്റ് അല്ലാതെ വേറെ ഒരു സ്പോർട്സിലും നമ്മൾ പണം മുടക്കുന്നില്ല. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം 100 കണക്കിന് ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങളുണ്ട്. അവയെ മാനേജ് ചെയ്യാനും ലാഭമെടുക്കാനും അസോസിയേഷനുകളുമുണ്ട്. മറ്റ് സ്പോർട്സുകൾക്കോ എത്ര ഫുട്ബോൾ സ്റ്റേഡിയങ്ങളുണ്ട്, എത്ര ഹോക്കി സ്റ്റേഡിയങ്ങളുണ്ട്? ഒന്നുമില്ല. ക്രിക്കറ്റ് മാത്രം. അതിലുപരി ഈ സ്പോർട്സ് താരങ്ങളെ ചെറുപ്പത്തിൽ വളർത്തിയെടുക്കാൻ ശ്രദ്ധിക്കാറില്ല. ആരെങ്കിലുമൊക്കെ ഉന്നതതലത്തിൽ എത്തിക്കഴിയുമ്പോഴേക്കും അവർ കുറെ കാശ് കൊടുക്കും. അവർ വിദേശത്തൊക്കെ പോയി പരിശീലനം നടത്തും. അതല്ലാതെ ഇവിടെയുള്ള താരങ്ങളെ ഇവിടെ തന്നെ വളർത്തിയെടുത്ത് ഇവിടെ തന്നെ പരിശീലിപ്പിച്ച് അവരെ അന്തർദേശീയ മത്സരങ്ങൾക്ക് അയക്കുവാനുള്ള ഒരു കൃത്യമായ പ്ലാനോ പദ്ധതിയോ ഇന്ത്യക്ക് ഇന്നുവരെയും ഇല്ല. അത് തന്നെയാണ് പ്രശ്നം. 2032 ഒളിമ്പിക്സ് ഇന്ത്യ ശ്രമിച്ചു, ഭാഗ്യവശാൽ കിട്ടിയില്ല. ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രത്തിന് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഒരു സ്വർണ്ണ മെഡൽ പോലും നേടാനാകാത്ത ഒരു രാജ്യത്തിന് ആയിരക്കണക്കിന് കോടി രൂപ മുടക്കി ഒരു ഒളിമ്പിക്സ് മാമാങ്കം നടത്തിയുകൊണ്ട് കുറെ കാശ് കൂടി അങ്ങനെ കളയാമെന്നുള്ളതല്ലാതെ ഒരു പ്രയോജനവുമില്ല. ആദ്യമായി നമ്മൾ ഒരു സ്പോർട്സ് സംസ്കാരം വളർത്തിയെടുക്കണം. അങ്ങനെ ഇത്തരമൊരു മഹാപരിപാടി ഇന്ത്യയിൽ വരേണ്ടത് ഇവിടുത്തെ സ്പോർട്സ് താരങ്ങൾക്ക് ആവശ്യമായി വരണം. അപ്പോൾ മാത്രമേ അത്തരമൊരു കാര്യത്തെ പറ്റി ആലോചിക്കാൻ പാടുള്ളൂ. ഏതാണെങ്കിലും ഈ സ്ഥിതിക്ക് മാറ്റം ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം.